എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്നത്തെ റെസിപ്പി മീൻകറിയാണ്. മീൻകറിയൊക്കെ എല്ലാവർക്കും തയ്യാറാക്കിയെടുക്കാൻ അറിയാവുന്നതായിരിക്കും. പക്ഷേ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ തയ്യാറാക്കി നോക്കൂ. ഏത് മീനിലും നമുക്ക് ഈ ഒരു കറി തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ റെസിപ്പി എങ്ങനെയാണെന്ന് വീഡിയോ എല്ലാവരും കണ്ടു നോക്കൂ. സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഞാനൊരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പം ഒരല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളിയുടെ അല്ലി കുറച്ച് വലുതായതുകൊണ്ട് ഞാനൊന്ന് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് മുളക് പൊടി 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല എരിവുള്ള മുളക് പൊടിയാണ്. അതുപോലെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇത് രണ്ടും കൂടി നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കുക. ചെറിയ തീയിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. ഇതിൻ്റെ നിറമൊക്കെ മാറി ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടണം കേട്ടോ. ആ ഒരു സമയത്ത് നാളികേരമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അരമുറി നാളികേരം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന മീനിൻ്റെ അളവനുസരിച്ച് നാളികേരത്തിൻ്റെയും ചേർത്ത് കൊടുക്കുന്ന പൊടികളുടെ അളവൊക്കെ കൂട്ടിയും കുറച്ചെടുക്കുക. നാളികേരം നമ്മൾക്ക് ഒരുപാടങ്ങ് ഫ്രൈ ആക്കി എടുക്കേണ്ട, തീയലിനൊക്കെ എടുക്കുന്നത് പോലെ എടുക്കരുത്. ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതി. ഇപ്പോൾ നിറമൊക്കെ മാറി ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. സ്റ്റൗ ഞാൻ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. മൺചട്ടി ചൂടായി കഴിഞ്ഞപ്പോൾ അതിനകത്തേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് കടുകും അതുപോലെ തന്നെ കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം ഒന്ന് പൊട്ടി വന്നു കഴിയുമ്പം ഒരു ചെറിയ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും 10 ചെറിയുള്ളി ഇതുപോലെ കട്ട് ചെയ്തതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇത് നല്ലപോലെ ഒന്ന് വഴണ്ട് കിട്ടണം കേട്ടോ, ഈ ചെറിയുള്ളിയൊക്കെ. ഈ ഒരു സമയത്ത് ഇതിനകത്തേക്ക് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1-2 തണ്ടോ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, നേരത്തെ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നില്ല, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ആ പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി യോജിപ്പിച്ച് കൊടുക്കുക. ഉള്ളിയൊക്കെ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അരച്ചെടുത്തുകൊണ്ട് വന്നിരിക്കുന്ന നാളികേരം കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. നാളികേരം അരച്ചെടുക്കുമ്പം ഒരുപാട് വെള്ളം ഒഴിച്ചരയ്ക്കരുത്. ഈ ഒരു രീതിയിൽ വേണം അരച്ചെടുക്കാനായിട്ട്. 1-2 മിനിറ്റ് നല്ലപോലെ ഒന്ന് വഴറ്റി യോജിപ്പിച്ച് കൊടുക്കുക, ചെറിയ തീയിലിട്ടിട്ട്. എന്നിട്ട് ഇനി നമ്മൾക്ക് എത്രയാണോ മീൻകറിക്ക് ഗ്രേവി വേണ്ടത് അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു സമയത്ത് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരണം കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോകരുത്. ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കണം. അപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള പുളി ചേർത്ത് കൊടുക്കുക. കുടംപുളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മാങ്ങ ചേർത്ത് കൊടുക്കണമെങ്കിൽ ആവാട്ടോ. ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട, കാരണം നാളികേരമൊക്കെ നമ്മളൊന്ന് ചൂടാക്കി എടുത്തത് കൊണ്ട് ഒരു 3-4 മിനിറ്റ് അത്രയും മാത്രം കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനൊരു 4 മിനിറ്റ് നല്ലപോലെ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളമൊക്കെ കുറച്ചൊന്ന് വറ്റിയിട്ടുണ്ട്. പിന്നെ കുടംപുളി നല്ലപോലെ ഈ ഗ്രേവിയിലേക്ക് ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഏത് മീനിലും ഈ ഒരു കറി തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. ഇന്ന് ഇവിടെ എടുത്തിരിക്കുന്നത് പരവ എന്ന് പറഞ്ഞ മീനാണ്. ഇത് 1/2 കിലോയിലും കൂടുതലുണ്ട്. അപ്പോൾ ഓരോ നാട്ടിലും ഈ മീനിൻ്റെ പേരിനും വ്യത്യാസം കാണും. മീൻ ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വ്യത്യസ്തമായ രുചികൾ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഈ ഒരു മീൻ കറി ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തയ്യാറാക്കി കഴിക്കണേ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീൻ കറിയിലൊക്കെ എത്ര കറിവേപ്പില ചേർത്താലും ടേസ്റ്റ് തന്നെയാണ്. ഈ സമയത്ത് ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുക. ഇനി നമ്മൾക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. കുക്ക് ചെയ്യണ സമയത്ത് തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണം കേട്ടോ. ഒന്ന് തിള വന്നതിന് ശേഷം കുറച്ച് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഇതൊന്ന് തുറന്നു നോക്കിയിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. മീൻകറി ആകുമ്പം എല്ലാവർക്കും അറിയാവുന്നതാണ്, തവിയിട്ടൊക്കെ ഇളക്കി കഴിഞ്ഞാൽ മീൻ പൊടിഞ്ഞു പോകും. അപ്പോൾ ഒന്ന് ചുറ്റിച്ചിട്ട് ഒന്നും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് വറ്റി കിട്ടാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ മീൻ കറി ഇവിടെ ഏകദേശം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നില്ല. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് സമയം കഴിയുമ്പം ഉടനെ ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. ഒരു 5 മിനിറ്റ് കഴിയുമ്പം കുറച്ച് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുക. ഉലുവ നമ്മൾ നേരത്തെ ചേർത്തതാണ്, എന്നാലും കുറച്ച് ഉലുവാപ്പൊടി മീൻകറിയുടെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് തൂവി കൊടുക്കുക. ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവരൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറി തന്നെയായിരിക്കും ഇത്. തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയണേ. റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു.